നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ലക്ഷ്മി അമ്മയും കാട്ടുകൊമ്പനും. പണ്ട് പണ്ട് കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ലക്ഷ്മി അമ്മയും രാമുവും ഒരു കുടിലിൽ താമസിച്ചിരുന്നു. ലക്ഷ്മി അമ്മയ്ക്ക് രാമുവിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ലക്ഷ്മി അമ്മ കാടിനടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം, ആ ആ. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഒരു കാട്ടുകൊമ്പൻ. ലക്ഷ്മി അമ്മ പേടിച്ചുപോയി. കാട്ടുകൊമ്പൻ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് തോന്നി ഇവന് ദാഹിക്കുന്നുണ്ടാവും. ലക്ഷ്മി അമ്മ തൻ്റെ കയ്യിലിരുന്ന തൊട്ടി കാട്ടുകൊമ്പന് നേരെ നീട്ടി. കാട്ടുകൊമ്പൻ തുമ്പിക്കൈ നീട്ടി വെള്ളം കുടിച്ചു. അതിനുശേഷം പലപ്പോഴും ലക്ഷ്മി അമ്മ കാട്ടുകൊമ്പന് വെള്ളം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലക്ഷ്മി അമ്മ കാട്ടിലേക്ക് ചുള്ളിയൊടിക്കാനായി പോകാൻ ഒരുങ്ങി. പോകുന്നതിന് മുമ്പ് രാമുവിനോട് പറഞ്ഞു, രാമു, നീ കുസൃതിയൊന്നും കാണിക്കരുത്. കുടിലിൽ നിന്നും പുറത്തു പോകരുത്. വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോണം. രാമു തലകുലുക്കി സമ്മതിച്ചു. രണ്ടുമ്മയും കെടുത്ത് ലക്ഷ്മി അമ്മ കാട്ടിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിടെ കാട്ടുതീ പടർന്നു. ലക്ഷ്മി അമ്മയുടെ കുടിലിനും തീ പിടിച്ചു. തീ കണ്ടു രാമു പേടിച്ചു കരഞ്ഞു. അപ്പോൾ അതുവഴി വന്ന കാട്ടുകൊമ്പൻ ലക്ഷ്മി അമ്മയുടെ കുടിലിലേക്ക് ചെന്നു. രാമുവിനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് പുറത്തിരുത്തി. കാട്ടുതീയുടെ വിവരമറിഞ്ഞ് ലക്ഷ്മി അമ്മ ഓടിപ്പാഞ്ഞെത്തി. കത്തിക്കരിഞ്ഞു കിടക്കുന്ന കുടിൽ കണ്ട് ലക്ഷ്മി അമ്മ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അമ്മേന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ രാമു കാട്ടുകൊമ്പന്റെ പുറത്ത് ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഹോ, എന്തൊരാശ്വാസം! ലക്ഷ്മി അമ്മ ഓടിച്ചെന്ന് കാട്ടുകൊമ്പന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൃഗങ്ങൾക്കും ഹൃദയമുണ്ട്. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ ഫലം നമുക്ക് കിട്ടും. നന്ദി.